ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്, കോഴിക്കോട് മിഠായി തെരുവിലേക്ക്. അപ്പോൾ ഞാൻ മിഠായി തെരുവിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ ആയി ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനൊക്കെ ഭയങ്കരമായിട്ട് ആശയുണ്ടായിരുന്നു, പോകണം എന്നല്ലോ. അപ്പോൾ അങ്ങനെ കസിൻസ്, ഉപ്പാൻ്റെ വീട്ടിലെ കസിൻസൊക്കെ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് കോഴിക്കോടേക്ക് കോഴിക്കോട് വരുന്നത് തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഫസ്റ്റ് ടൈം വന്നത് സ്കൂൾ ടൂറാണ്. അപ്പോൾ അത് കാപ്പാട് ബീച്ച് അവിടെ ആ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ വന്നിട്ടേ ഇല്ല. പിന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കോഴിക്കോടേക്ക് വരുന്നത്, അതും ഇങ്ങനെ കസിൻസുമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നപാട് തന്നെ ഇവിടെ ഒരു 9 മണിയായിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പം. അപ്പം ഒരു 6-7 മണിക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത്. 6:46 പറഞ്ഞിട്ട് 7 മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് 8:45 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മിഠായി തെരുവിലേക്ക് നടക്കുകയാണ് ചെയ്തത്. നടക്കേണ്ട ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നടന്നിട്ട് വന്നു. അപ്പോഴേക്കും മിഠായി തെരുവിൽ ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. 2-3 ഷോപ്പുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെയുള്ള ഒരു ടോപ്പ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പൊറോട്ടയും അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റായിട്ട്, അധികം ഹെവി ആയിട്ടൊന്നും നമ്മൾ കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഒരു കുറച്ചൊന്ന് എനർജി ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഹോട്ടലിലേക്കൊക്കെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ കഴിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പായിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നല്ല, അതിലുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ഇന്ന ഷോപ്പിൽ കുറച്ചും കൂടി റേറ്റ് കുറവുള്ളതാണ്, ഇന്ന ഷോപ്പിൽ കുറച്ചും കൂടി ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണല്ലോ നമ്മളിങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ ഷോപ്പുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2-3 ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കയറി. അങ്ങനെ നല്ല ചുരിദാർ മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു. ഈ ഷോപ്പിൽ നല്ലൊരു ചുരിദാർ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി എല്ലാം ഒന്ന് കാണുകയും ചെയ്തത്. പിന്നെ ചെരുപ്പായിട്ടും അതുപോലെ തന്നെ ഷൂസായിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു കസിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മിഠായി തെരുവിലേക്ക് വരാനുള്ള കാരണം. ഇവിടുന്ന് കുറേ ചെരുപ്പ് എന്തായാലും നമുക്ക് എടുക്കണം. അതുപോലെ തന്നെ കമ്മൽ, മാല, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു ഷോപ്പ് കണ്ടതായിരുന്നു സൺഡേ മാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതവിടെ നോക്കിയപ്പോഴത്തേക്ക് ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല, ഒരു 10 മിനിറ്റും കൂടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു മറ്റ് ഷോപ്പുകളിലേക്ക്, അടുത്തുള്ള ഷോപ്പിലെല്ലാം കയറിയത്. തിരിച്ചൊന്ന് ഷോപ്പ് ഇറങ്ങിയപ്പോഴേക്ക് ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്നും നോക്കില്ല, വെച്ചങ്ങ് കയറി. അപ്പോഴേക്ക് 2-3 ആൾക്കാരൊക്കെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അധികം കാണുമ്പോൾ എനിക്കൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല, എന്ത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി എടുക്കിയത് ഒന്ന് നോക്കി, എന്നിട്ട് അത് വേണോ വേണ്ടിയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് 2 മനസ്സായിരുന്നു, എടുക്കണമെന്നുണ്ട് എടുക്കണ്ടെന്നുണ്ട്. അങ്ങനെ കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന്. ഫസ്റ്റ് തന്നെ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾക്ക് കമ്മൽ, അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ മാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു. ഇഷ്ടം പോലെ കമ്മൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി, കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് കമ്മലിൻ്റെ അതുപോലെ തന്നെ ജിമിക്കി ടൈപ്പ് കമ്മൽ, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ ആ ഒരു ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാത്തിനും 60 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണിൽപ്പെട്ടത് ഈ ഒരു കമ്മലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് എടുക്കണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് കുറേ സമയം അവിടെ ഇങ്ങനെ നിന്നു, വെക്കുന്നു, എടുക്കുന്നു, അങ്ങനെ കുറേ നോക്കി. പിന്നെ കുറേ ആളുടെ അഭിപ്രായം ചോദിച്ചു, ഇത് എങ്ങനെയുണ്ട്, നല്ല ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കൺഫേം ചെയ്തിട്ടാണ് ആ ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് സാരി എടുക്കുന്നുണ്ട്. അപ്പോൾ സാരിക്ക് ഇത് ചേരുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏജ് ചേർന്നാലും ചേർന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കമ്മൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഈ ഒരു ചെറിയ ക്ലിപ്സും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ എന്താ പറയുക മുടുക്കൂത്തി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിള്ളേർക്കൊക്കെ ഇത് നല്ല ഭംഗിയായിരിക്കുമല്ലോ ഇട്ട് നോക്കാൻ വേണ്ടിയൊക്കെ. അങ്ങനെ ഓരോ കൊതി തോന്നിയപ്പോൾ ലാസ്റ്റ് ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറേ എടുക്കുന്നുണ്ടപ്പം വിചാരിച്ചു ഞാൻ കുറേ സാധനമൊക്കെ വാങ്ങിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു കൊട്ടയ്ക്ക് എടുത്തു. ഇത് രണ്ടും ഇട്ടു. പിന്നെയും ഞാൻ കുറേ നോക്കി കുറേ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു കൊട്ട എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൊട്ട എടുത്തതിന് ശേഷം പിന്നെ ഒന്നും വാങ്ങിക്കാൻ വേണ്ടിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് കുറേ സമയം നിന്നു. പിന്നെ ലാസ്റ്റ് 2-3 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് കൺസീലർ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബില്ലടിച്ചിട്ട് ഞാൻ തന്നെ അവിടെ നിന്ന് കേട്ടിട്ടുണ്ടായി. ഇനിയും ഞാൻ നിന്നതിനാൽ ഇനിയും ചിലപ്പോൾ ഓരോന്ന് നോക്കിയിട്ട് ചിലപ്പോൾ മനസ്സ് മാറിയിട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കാൻ വേണ്ടി കയറ്റുന്നത് ബാഗിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. നല്ല വില കുറവായിരുന്നു ബാഗിന് കേട്ടോ. നല്ല റേറ്റ് കുറവായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറേ ബാഗുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് കുറേ ചെറിയ ബാഗ് ഉണ്ട്. എന്നാലും ഈ ഒരു ബാഗായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കുറേ കളേഴ്സ് ഇത് കാണുന്നുണ്ടോ, കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. കുറേ എടുത്തു. പിന്നെ വീട്ടിലൊക്കെ വിളിച്ചു, ഉമ്മാനൊക്കെ വിളിച്ചു ചോദിച്ചു ആർക്കെങ്കിലും വേണോ. കാരണം എനിക്ക് 2 മനസ്സായിട്ട് എടുക്കാനുള്ള താല്പര്യം ഇത്തിരി കുറവാണ്. കാരണം ഓൾറെഡി എനിക്ക് ബാഗ് ഉണ്ട്. അപ്പം പിന്നെ ഈ ബാഗ് വാങ്ങിക്കണോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു എടുക്കാതിരുന്നത്. പിന്നെ ഉമ്മാനെ വിളിച്ചപ്പോൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജസൂന് ഈ ഒരു ടോയ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 120 രൂപയാണ് ഈ ഒരു ടോയ്സിന് വരുന്നത്. അപ്പോൾ ചെറിയ ടോയ്സ്, പിന്നെ JCB മോഡൽ ടോയ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ജസൂന്. അപ്പോൾ വിചാരിച്ച് അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടി ചുറ്റിയിട്ട് വന്നു. കാരണം അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് അതെടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. 1-2 ഒരെണ്ണമായിട്ട് വാങ്ങിച്ചാൽ മതി, അധികം വാങ്ങിക്കണ്ട. കാരണം ഇവനിക്കും കുറേ ടോയ്സ് ഉണ്ട്, ഓരോ ആൾക്ക് കൊടുത്തിട്ടൊക്കെ ടോയ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു റൂമിൻ്റെ മൂലയ്ക്ക് അടയ്ക്കുക അല്ലെങ്കിൽ പൊട്ടിക്കുക അങ്ങനെ ചെയ്യും. അപ്പോൾ അധികം വാങ്ങിക്കണ്ട, ഏതെങ്കിലും ഒരെണ്ണമായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മൊബൈൽ കവർ വാങ്ങിക്കണമെന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ ഇവിടെ തന്നെ മൊബൈൽ കവർ കണ്ടിട്ടുണ്ട്. വാങ്ങിക്കാൻ വേണ്ടിക്ക് പോയതായിരുന്നു. 1-ന് 100, 2-എണ്ണത്തിന് 150 രൂപയാണ് വരുന്നത്. അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിക്ക് പോയപ്പം പിന്നെ അവർ ഓരോരിക്കും ഒന്നും എടുത്തിരുന്നില്ല. പിന്നെ എനിക്ക് വാങ്ങിക്കാനുള്ള ഇൻട്രസ്റ്റും അങ്ങ് പോയി. കാരണം ഞാൻ പറയുന്നിടത്തില്ല, വേറൊരാൾ വന്നപ്പോൾ അവറിലേക്ക് പോയി. പിന്നെ നോക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് പോയപ്പോൾ ഞാൻ വിചാരിച്ച് മൊബൈൽ കവറൊന്നും വേണ്ട, പിന്നെ ഒരിക്കലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പുറം കയറിയപ്പോഴായിരുന്നു ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 360 വരുന്നത്. ലാസ്റ്റ് കുറേ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 10 രൂപീസ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. 350 വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനായിരുന്നു പിന്നെ സംശയം ഉണ്ടായിരുന്നത്. ഒരു മെറൂൺ കളറുണ്ടായിരുന്നു, പിന്നെ ഈ ഒരു പീച്ച് കളറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടും വാങ്ങിക്കേണ്ട ബഡ്ജറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഒരു ലിമിറ്റ് ബഡ്ജറ്റ് വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് അത് വാങ്ങിക്കാൻ വേണ്ടിക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ. ബ്ലാക്ക് ആയെങ്കിൽ എനിക്ക് പ്രശ്നമേ ഇല്ല. ഫുൾ ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഉണ്ട് വെച്ചാൽ പറഞ്ഞാൽ ആ ബ്ലാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാച്ചിൻ്റെ റേറ്റ് വയ്ക്കാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 120 പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടാമത് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഓർ പറഞ്ഞു ഈ വാച്ചിന് അന്ന് 120, മറ്റേ വാച്ചിന് 200 പറഞ്ഞു. എനിക്ക് 200 വാച്ചൊന്നും ഉണ്ട്. കാരണം ഒരു പ്രാവശ്യം ഇട്ടിട്ട് അത് പൊട്ടിച്ച് കളയും. പിന്നെ എന്തിനാന്ന് ഇത് ഇത്ര വില പൈസ എടുത്ത് വാങ്ങിക്കുന്നതെന്ന് വെച്ചിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ വീണ്ടും എന്ത് ചെയ്തു, നമ്മളെ ടോയ്സ് തന്നെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം ടോയ്സ് വാങ്ങിക്കണോ അല്ല വാച്ച് വാങ്ങിക്കണോ എന്ന് ഞാൻ ഈ ജസ്മിന് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചിട്ട് ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട് ഞാൻ. അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാമെന്ന് വെച്ചാൽ വീട്ടിലെത്തിയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കുന്നുണ്ടായിരുന്നു. കാരണം ഇനി സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട് ഓന്. അങ്ങനെ ആ ടോയ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിചാരിച്ച് ഇതെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബെൽറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നിന് 50 റുപ്പീസും മറ്റേതിന് 100, പിന്നെ 150 അങ്ങനെ ആ റേറ്റ് വരുന്നത് ബെൽറ്റിന്. അങ്ങനെ പിന്നെ 50 റുപ്പീസിൻ്റെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഡ്രസ്സ് മെറ്റീരിയൽസ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിലത്തെ നിലയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ എനിക്ക് വലിയ രീതിയിലൊന്നും ഇഷ്ടപ്പെടേണ്ട രീതി ഉണ്ടായിരുന്നില്ല. ചെറിയ റേറ്റിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഒരു മീഡിയം ലെവലായിരുന്നു. ക്ലോത്തൊക്കെ അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേ സമയം കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നത് എന്താണ്, വെയിറ്റിനനുസരിച്ചിട്ട്, അതായത് 1 kg ഡ്രസ്സിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് kg നോക്കിയിട്ട് ഡ്രസ്സ് കൊടുക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോപ്പ് തപ്പി നടന്നിട്ട് പോയാൽ ചെയ്തത്. ഞങ്ങൾ ലാസ്റ്റ് കണ്ടുപിടിച്ച്. അപ്പോൾ താഴെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം അത് ഓപ്പൺ ആവുമല്ലോ. നോക്കുമ്പോഴേക്കാണെങ്കിൽ മുകളിലാണെങ്കിൽ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ കയറിയിട്ട് ഉള്ളിൽ കയറിയപ്പോഴത്തേക്കാണെങ്കിൽ നമുക്കൊരു മനസ്സിന് പിടിക്കേണ്ട ഒരു ഡ്രസ്സ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, കയറിയത് പോലെ തന്നെ തിരിച്ച് ഇറങ്ങി. പിന്നെ നേരെ വിടുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെയും നടക്കാൻ തുടങ്ങിയതാ. ഇത്രയും സാധനങ്ങളൊക്കെ ഏതാണ്ട് ഓരോ ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് കൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. ചെരുപ്പൊക്കെ എല്ലാവരും വാങ്ങി. ഇത്രയും സമയം ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. ഏതൊക്കെ ഷോപ്പാണെന്ന് ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. കാണുന്ന ഷോപ്പിലൊക്കെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നായിരുന്നു ഈ ഒരു അലുവ വെക്കുന്ന കടയുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മാടി വിളിച്ചതായിരുന്നു കയറി എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കയറിയതായിരുന്നു. പക്ഷേ ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു 1/2 കിലോയ്ക്ക് ഹലുവയും വാങ്ങിയിട്ട് നേരെ തിരിച്ചിറങ്ങിയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വാങ്ങി നടപ്പോൾ ബാക്കിയുള്ളവരും കൂടിയിട്ട് ഓരോ 1/2 കിലോന് 1/4 കിലോനൊക്കെ വാങ്ങിയിട്ടൊക്കെ ഇറങ്ങി. പിന്നെ ഒരു കേക്കിൻ്റെ ഷോപ്പ് എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്, കേക്ക് മെറ്റീരിയൽസിലൊക്കെ വെക്കുന്നത്. അത്യാവശ്യം റേറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കുറേ നടന്നു. പക്ഷേങ്കിൽ ഓരോ ആളോട് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നത് അവിടെ ഉണ്ട്, ഒരാൾ പറയുന്നത് ഇപ്പറാന്ന്, അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൊത്തത്തിൽ നടത്തായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് പതിക്കുന്ന തിരിച്ച് വരേണ്ടി വന്നു. കാരണം നമുക്ക് ആ ഷോപ്പ് കണ്ടെത്തിയതുമില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കൽ മാത്രമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെ നടത്താൻ തുടങ്ങിയിട്ട് 9 മണിക്ക് നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ സമയം 5 മണി ആവാറായി, 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ 5 മണിക്ക് ഒരു ട്രെയിനുണ്ട്. 4 മണിക്ക് ട്രെയിന് വന്ന് നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ 5 മണിക്ക് ഇവിടുന്ന് ട്രെയിൻ ഇപ്പോൾ പോകാൻ തുടങ്ങും. അതിനുള്ളിൽ നമുക്ക് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 4:30 അവിടെ ഇറങ്ങിയതായിരുന്നു. 4:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. നടക്കേണ്ട ദൂരം മാത്രം ഉണ്ടായതുകൊണ്ട് നടന്നിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 6 പേരാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. 6 പേരും ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കയറുന്ന സമയത്ത് നല്ല വെളിച്ചമായിരുന്നു. പിന്നെ ഇരുണ്ട് തുടങ്ങി. നമ്മൾ ഒരു 7:05 ആകുമ്പോഴാണ് നമ്മൾ പഴയങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കണം. അപ്പം നേരെ ഇപ്പോൾ പഴയങ്ങാടിയിൽ നിന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. കോഴിക്കോട് നിന്ന് കഴിക്കേണ്ട, ഏതായാലും നമുക്ക് നമ്മുടെ നാട്ടിലെത്തിയിട്ടാകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്രയും സമയം കഴിക്കാതിരുന്നത്. ഓട്ടോയൊക്കെ അന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ സ്കൂട്ടിക്കോത്താന്ന് വന്ന് ഓട്ടോ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഓട്ടോ കയറാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഓരോ ഓട്ടോക്കാരൻ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുട്ബോൾ തട്ടി കളിക്കുന്ന പോലെ നമ്മൾ തട്ടി കളിക്കുക ചെയ്തത്. അവിടെ ബ്ലോക്കാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പഴയങ്ങാടിയിലേക്കൊന്ന് വരാൻ അവർ ആ കാരണമല്ല പറഞ്ഞത്, പിന്നീടാണ് ബ്ലോക്കാണെന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോരോട്ട് പറയുമ്പോൾ പഴയങ്ങാടി നയിക്കുമ്പോൾ തന്നെ മൂടിച്ച് വിളിച്ചിട്ട് പോയാൽ ചെയ്തത്, ഒന്നും പറയാതെ പോയാൽ ചെയ്തത്. എന്നിട്ട് ഒരു ഓട്ടോക്കാരന് അവരും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ നമ്മളെ വേറൊരു ഓട്ടോയിൽ കയറ്റി വിടുകയാണ് ചെയ്തത് പഴയങ്ങാടിക്ക് പറഞ്ഞിട്ട്. മറ്റേ അയാൾ തന്നെ ഉള്ള ദേഷ്യം പിടിച്ചായിരുന്നു നമ്മളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓട്ടോ പിടിച്ച് പോയിക്കൂടെ, പോകുന്ന ഓട്ടോ പിടിച്ച് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഷോട്ട് ചെയ്യുക ചെയ്തത്. എന്നിട്ട് വേലാച്ച നിങ്ങളവിടെ പേതിക്ക് ഞാൻ പറഞ്ഞാൽ പിന്നെ അവിടെ ഇറക്കി നമ്മൾ പേതിക്ക് ഇറക്കി നമ്മൾ പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓരോ ഓട്ടോയിലെങ്കിലും ഒരാൾ കയറ്റി വിട്ടു. പക്ഷേ അയാളും അവരുടെ ബാധ്യത തീർക്കാന്നുള്ള രീതിയിലായിരുന്നു നമ്മളെ തട്ടിക്കളിച്ചിട്ട് അപ്പുറം കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് വലിയ ഹയറായി. നമ്മൾ ആ ഓട്ടോക്കാരപ്പോൾ അയാൾ നമ്മളോട് ഷൗട്ട് ചെയ്തത് നിങ്ങൾക്ക് ഏതെങ്കിലും പോകുന്ന ഓട്ടോയിൽ കയറി പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്തോ നമുക്കറിയത്തില്ല. അവർ നമ്മളോട് ഷൗട്ട് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല, ബ്ലോക്കാന്ന് അങ്ങനെയാണ് അതിൽ പറയുന്നുണ്ടായിരുന്നു. ഇല്ല, എന്തോ ഭാഗ്യത്തിന് നമുക്ക് ബ്ലോക്കൊന്നും ഇല്ലാണ്ട് പഴയങ്ങാടി വരെ ഇങ്ങനെ എത്തിക്കിട്ടിയിട്ടുണ്ടായിരുന്നു. അതന്നെ വലിയ സമാധാനമായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്കൊക്കെ ഓട്ടോ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.